തിരിച്ചൊരു കാര്യം ചോദിക്കാം. കഷ്ടകാലത്തിന് തിരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഷാരൻ ഗ്രീഷ്മയെ വിഷം കൊടുത്തു കൊന്നു. ഷാരന് വേറൊരു കല്യാണം കഴിക്കണം, ഗ്രീഷ്മയെ വിഷം കൊടുത്തു. രാഹുൽ ഈശ്വർ TV ചാനലിൽ വന്നിട്ട് ഗ്രീഷ്മ പോയതും അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ, ഗ്രീഷ്മ പോയതും പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. ഗ്രീഷ്മയ്ക്ക് അവസാനം ഷാരോൺ അഭിമാനത്തോടെ കഷായം കലക്കി കൊടുത്തു. ഗതിയില്ലാതെയാണ് ആ പെണ്ണ് തലേന്ന് ഒഴിഞ്ഞു പോണില്ല, അതുകൊണ്ടല്ലേ അവൻ വിഷം കൊടുത്തതെന്ന് ചോദിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? ഞാൻ ഈ ചോദ്യം അങ്ങ് എത്രയോ കാലം മീഡിയ നിൽക്കുന്നതാണ്. ഈ നികേഷ് സാറിനെ അല്ലെങ്കിൽ റിപ്പോർട്ടറോ ഏതെങ്കിലും ഒരു ചാനലിൽ രാഹുൽ ഈശ്വർ ഷാരൻ ഗ്രീഷ്മയെ കൊന്നത് ന്യായീകരിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? കമാൽ പാഷ സാറ് പറഞ്ഞത് ശരിയല്ല എന്ന് ഇവിടുത്തെ വനിതാ കമ്മീഷൻ പറഞ്ഞു, ഇവിടുത്തെ യുവജന കമ്മീഷൻ പറഞ്ഞു. യുവജനമല്ലേ ഷാരനും? ഇവിടുത്തെ ഏതെങ്കിലും സാംസ്കാരിക നായകനോ മന്ത്രിയോ പറഞ്ഞു? അതെന്താ, ആണിന്റെ ജീവനൊരു വിലയില്ലേ? അല്ല, ആണിന്റെ ജീവന് വിലയില്ലാതെ അല്ല ഞാൻ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ ദിലീപ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾ വന്ന് വലിയ രീതിയിൽ സംഭാഷണം നടത്തുക. അന്ന് എപ്പോഴും പറയും ഇരയോടൊപ്പമാണ് താങ്കൾ, വേട്ടക്കാരനോടൊപ്പം എന്നെ വേട്ടക്കാരനാണ് ചിത്രീകരിച്ചതെന്നാണ് താങ്കൾ പറയാറുള്ളത്. അല്ല, അങ്ങനെയാണ് പറയാറുള്ളത്. അങ്ങനെ പറയാറുണ്ട്. ഇരയും വേട്ടക്കാരൻ എന്ന വാക്കിനോടെ ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെയാണല്ലോ നിങ്ങൾ എന്നെ മുദ്ര കുത്തുന്നതെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വിഷയത്തിൽ തന്നെ എടുത്തോ, താങ്കൾ എടുത്തോ, ആ വിഷയത്തിൽ എടുത്തോ. എന്തുകൊണ്ടാണ് എന്നും താങ്കൾ ദിലീപിനോടൊപ്പം നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു കോടതി തെറ്റാൻ തെളിയിച്ചിട്ടുണ്ടോ? രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് കാലവും കോടതിയും ശരിയെന്ന് തെളിയിച്ചത്. 3-4 വിഷയങ്ങൾ പറയാം, അങ്ങേക്കും കൂടെ അറിയാം. വിജയബാബുവിന്റെ വിഷയം എന്തായി? നിവിൻ പോളിയുടെ വിഷയം, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള വ്യാജ പരാതിയുടെ വിഷയം, ശ്രീ സിദ്ദിഖിനെതിരെയുള്ള വിഷയം, അല്ലെങ്കിൽ ഫൈനൽ വിധിയായിട്ടില്ല, അപ്രോച്ച് വെച്ച് ഞാൻ പറയുകയാണ്, കോടതികളിൽ വിധിയായിട്ടില്ല, ഒബ്വിയസ്ലി ആയിട്ടില്ല. ശ്രീ ദിലീപിന്റെ വിഷയം. ഈ നാട്ടിലെ 3 ഹൈക്കോടതി ജഡ്ജിമാർ, ഇപ്പോഴത്തെ ജഡ്ജിയുടെ പേര് പറയുന്നതിന് വിരോധമില്ലല്ലോ, ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഹണി എം വർഗീസിന്റെ ജഡ്ജി വർഗീസ് സുപ്രീം കോടതി പോയി. ഇതെല്ലാം ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാന്നല്ലേ തെളിയിച്ചത്. ഇനി നാളെ വിധി വരുമ്പോൾ എനിക്ക് 100% ഉറപ്പാണ് ദിലീപ് നിരപരാധിയാണെന്ന്. കാര്യം ആ കേസ് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. അതായത് അങ്ങ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാനിപ്പോ, അതായത് ഇതിൽ കൂടെ കാണിച്ചത്, നിങ്ങളുടെ ഇതിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും വേണം. നമ്മുടെ പോലീസുകാർ ദിലീപിനെ കൊടുക്കാൻ വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തു. അതായത് കേരള പോലീസിലെ ചില ആൾക്കാർ ദിലീപിനെയും പൾസർ സുനിയെയും കണക്ട് ചെയ്യാനായി വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്ത് മനോരമ തൊട്ട് ദേശാഭിമാനി വരെ എല്ലാവർക്കും കൊടുത്തു. ഈ ഫോട്ടോ വെറുതെ അങ്ങ് ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ചാനൽ കാര്യങ്ങൾ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, വെറുതെ ഈ ഫോട്ടോ ഒന്ന്, ഞാൻ രാഹുൽ ഈശ്വറാണെന്ന് വിശ്വസിക്കേണ്ട, വെറുതെ ഈ ഫോട്ടോ ഒന്ന് നിങ്ങൾ നോക്കുകയും പറ്റുമെങ്കിൽ ഒന്ന് കാണിക്കുകയും വേണം. അതായത് ഒരു ഫോട്ടോ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ ഫോട്ടോ ദയവായിട്ടൊന്ന് നോക്കുക. പോലീസുകാരാണല്ലോ കൊടുത്തത്, എന്നാലും ബാക്കി ആരും അല്ലല്ലോ. അതായത് ദിലീപിന്റെ പുറകിൽ നിൽക്കുന്ന 2 പേരിൽ ഒരാൾ പൾസർ സുനിയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം 2 ഫോട്ടോകൾ മെർജ് ചെയ്തിരിക്കുകയാണ്. ദിലീപ് പോലീസ് അല്ല അവനാരാ ഉണ്ടാക്കുന്നത്? എന്നിട്ട് ശരിക്കും ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, പോലീസ് ചാനലുകളെ ഉപയോഗിച്ച് ദിലീപിനെ കരിവാരത്തേക്കാൻ നടത്തിയ കേസാണ്. ഇനി 2 ഈ ഫോട്ടോ ഒരു വരി കൂടെ പറഞ്ഞിട്ട്, ഈ ഫോട്ടോയെ വെറുതെ ഒന്ന് കേഴ്സറി നോക്കിയാൽ മതി, അതായത് വെറുതെ ഒന്ന് പ്രാഥമികമായി നോക്കിയാൽ ഈ 2 ഫോട്ടോകളും മെർജ് ചെയ്ത് ദിലീപിന് പൾസർ സുനിയോട് ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കും. ഇനി അടുത്തതാണ് ഏറ്റവും രസകരമായ കാര്യം, മീഡിയക്കാർക്കും ആപ്ലിക്കബിൾ ആണ്. പോലീസ് കോടതി പറയുന്നത് എന്താ അറിയോ? ദിലീപിനും പൾസർ സുനിക്കും ബന്ധം ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട്. ബിജു മേനോൻ റൺ ബേബി റണ്ണി പറയുന്ന പോലെ ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് ധ്വനിക്കുന്നുമില്ല, ഉണ്ടത്രേ. ഈ ഉണ്ടത്രകളിലാണ് ഈ കേസ് നിന്നത്. ഇത്രയും ഇതോടുകൂടി രാഹുൽ ഈശ്വർ ദിലീപ് നിരപരാധിയാണ്, മുദ്ര കുത്തിയാണ്, ദിലീപ് നിരപരാധിയാണ് എന്ന് അത്രയും കൃത്യമായിട്ട് പറയാൻ എന്തുകൊണ്ടാണ്? അങ്ങയുടെ ക്യാമറ പറയുന്ന ഒരു കാര്യമാണല്ലോ, അതായത് എനിക്ക് പിന്നെ പിൻവലിക്കാൻ പറ്റില്ല. നിങ്ങളുടെ എന്നും ക്യാമറ നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. എഴുതി വെച്ചോളൂ, ദിലീപ് 100% നിരപരാധിയാണ്. ഈ കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ സ്ഥാപിക്കും. ദിലീപ് നിരപരാധിയാണ്, പൾസർ സുനി തെറ്റുകാരനാണ്, കൂടുള്ളവർ തെറ്റുകാരനാണ്. എന്തുകൊണ്ടാണ് ദിലീപിന് പങ്കില്ല? ഇവിടെ ദിലീപിന് 100% പങ്കില്ല. കാര്യം കൂടിയുണ്ട്, ഈ പൾസർ സുനിയെ നമ്മുടെ അഭിനേത്രി അതിജീവിത നേരിട്ട് കണ്ടു. അവർ അദ്ദേഹത്തെ ദ്രോഹം ചെയ്ത് അവർ നേരിട്ട് അനുഭവിച്ചു. ഈ അതിജീവിതയ്ക്ക് പോലും ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാൻ പറ്റൂ. എങ്ങനെ അറിയാൻ പറ്റും? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.